എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS ബേസ് നഴ്സിംഗിന് ആപ്ലിക്കേഷൻ കൊടുത്ത കുട്ടികളുടെ കറക്ഷൻ ടൈം അവസാനിച്ചിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് വരുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് വന്നിരിക്കുന്ന കറക്ഷൻസ് എല്ലാം കറക്റ്റ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഓൾറെഡി നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് എല്ലാം LBS വെരിഫൈ ചെയ്യുന്നതാണ്. അതിനുശേഷമായിരിക്കും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ഏകദേശം ഡേറ്റ് ജൂലൈ 12-ാം തീയതി ആയിരിക്കും. അതുപോലെ തന്നെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് 15-ാം തീയതി ആയിരിക്കും പബ്ലിഷ് ചെയ്യുന്നത്. ഇതൊരു താൽക്കാലിക ഡേറ്റ് മാത്രമായിരിക്കും, ഇതിൽ ചേഞ്ച് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ രണ്ട് റാങ്ക് ലിസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക, പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റും മെയിൻ റാങ്ക് ലിസ്റ്റും. പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള സമയം ഞങ്ങൾക്ക് തരുന്നതാണ്. അതിനുശേഷം മാത്രമായിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്കും അതുപോലെ തന്നെ ഇൻഡെക്സ് മാർക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ലിസ്റ്റിൽ എത്രാമത്തെ സ്ഥാനമാണ് നിങ്ങൾക്കുള്ളത്, അതുപോലെ തന്നെ എന്തെങ്കിലും റിസർവേഷനുള്ള കുട്ടികളാണെങ്കിൽ റിസർവേഷൻ വിഭാഗത്തിൽ എത്രാമത്തെ റാങ്ക് പൊസിഷനാണ് നിങ്ങൾക്കുള്ളതെന്നും നിങ്ങൾക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ +2 സ്കോറിൻ്റെ ബേസിലാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബേസിലായിരിക്കും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. സ്റ്റേറ്റ് മെറിറ്റിൽ എല്ലാ കുട്ടികളുടെയും റാങ്ക് പൊസിഷൻ കാണാൻ സാധിക്കും. LBS അക്സെപ്റ്റ് ചെയ്ത എല്ലാ കുട്ടികളുടെയും റാങ്ക് പൊസിഷൻ കാണാൻ സാധിക്കും. അതാണ് സ്റ്റേറ്റ് മെറിറ്റിൽ വരുന്ന റാങ്ക്. അതുപോലെ തന്നെ എന്തെങ്കിലും റിസർവേഷനുള്ള കുട്ടികളാണെങ്കിൽ റിസർവേഷൻ ബേസിലും നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് പൊസിഷൻ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സ്റ്റേറ്റ് മെറിറ്റിലും കാറ്റഗറി ബേസിലും നിങ്ങൾക്ക് റാങ്ക് പൊസിഷൻ ചെക്ക് ചെയ്യാൻ സാധിക്കും. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വരുന്ന പ്രോസസ്സിംഗ് ആണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഓപ്ഷൻ നൽകാനുള്ള പേജിൽ എല്ലാ കോളേജുകളുടെയും അതുപോലെ തന്നെ എല്ലാ കോഴ്സുകളുടെയും ലിസ്റ്റ് വെബ്സൈറ്റിൽ കാണാൻ സാധിക്കുന്നതാണ്. ഒരു വിദ്യാർത്ഥിക്ക് എത്ര കോളേജുകൾ വേണമെങ്കിലും ഓപ്ഷൻസ് ആയിട്ട് നൽകാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ നൽകുന്ന ഓപ്ഷനിൽ ഒന്നാമതായിട്ട് നൽകേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള കോളേജും കോഴ്സും ആയിരിക്കണം. അതുപോലെ തന്നെ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള കോളേജും കോഴ്സ് മാത്രമായിരിക്കണം നിങ്ങൾ ഓപ്ഷൻസിൽ ഉൾപ്പെടുത്തേണ്ടത്. കാരണം ആദ്യം നിങ്ങൾ നൽകുന്ന ഓപ്ഷൻ പരിഗണിച്ച് 3 അലോട്ട്മെൻറ്റുകളാണ് മെയിനായിട്ടുള്ളത്. ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് അലോട്ട്മെൻറ്റ്. അതിനു മുൻപ് ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഓപ്ഷൻസിൽ എല്ലാവിധ ചേഞ്ചസും ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷമാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരിക. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ ആ സീറ്റ് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടോക്കൺ ഫീ അടയ്ക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇൻ കേസ് നിങ്ങൾ ടോക്കൺ ഫീ അടച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് വരുന്ന സെക്കൻഡ് ആൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകളിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾക്കൊരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും ടോക്കൺ ഫീ അടയ്ക്കണം. ഗവൺമെൻറ് കോളേജിലാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഏകദേശം 23,000 രൂപയാണ് ടോക്കൺ ഫീ ആയിട്ട് അടയ്ക്കേണ്ടത്. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിലാണ് ലഭിക്കുന്നതെങ്കിൽ 25,000 രൂപ, ഏകദേശം 25,000 രൂപയായിരിക്കും ടോക്കൺ ഫീ ആയിട്ട് വരിക. അപ്പോൾ നിങ്ങൾ റാങ്ക് കുറഞ്ഞ കുട്ടികളൊക്കെ ആണെങ്കിൽ മാക്സിമം കോളേജുകൾ നിങ്ങൾ ഓപ്ഷൻസ് നൽകാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ താല്പര്യമാണ് എത്ര കോളേജുകൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് നൽകണം എന്നുള്ളത്. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഏത് കോളേജ് കിട്ടിയാലും നിങ്ങൾ അവിടെ പോയി പഠിക്കാൻ ഇൻട്രസ്റ്റ് ആണ് എന്നുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് എല്ലാ കോളേജുകളും ഓപ്ഷൻസ് ആയിട്ട് നൽകാൻ സാധിക്കുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് കോളേജിൽ മാത്രം ആണ് ഓപ്ഷൻസ് വെക്കാൻ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അങ്ങനെ മാത്രം വെക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടമാണ് എത്ര കോളേജുകൾ വെക്കണം, ഏതൊക്കെ കോളേജുകൾ വെക്കണം എന്നുള്ളത് നിങ്ങളുടെ താല്പര്യമാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കി കോളേജസ് ഓപ്ഷൻസ് നൽകാൻ വേണ്ടി ശ്രമിക്കുക. ഇനി കോളേജ് ഓപ്ഷൻസിന് ശേഷമായിരിക്കും അലോട്ട്മെൻറ്റുകളൊക്കെ വരിക. മെയിൻ അലോട്ട്മെൻറ്റുകൾ 3 ഉണ്ടായിരിക്കും. അതിനുശേഷമാണ് സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ വരുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് ചോദിക്കുക. താങ്ക്